കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിൽ വൈസ് ചാൻസലർക്കെതിരെ നടന്ന പ്രതിഷേധത്തിനിടയിൽ ശവമഞ്ചൽ ഒരുക്കിയ സംഭവത്തിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്കോ ഭരണാധികാരിക്കോ എതിരെ ഇത്തരം അനാദരവും അധിക്ഷേപകരവുമായ സമരമുറകൾ സംഘടിപ്പിക്കുന്നത് സംസ്കാരശൂന്യവും പ്രാകൃതവുമാണെന്ന് വ്യക്തമാക്കിയ അദ്ദേഹം പ്രതിഷേധത്തിന്റെ പേരിൽ അതിരുകടക്കുന്നവർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി. സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തുടർന്ന വിദ്യാർത്ഥി സമരങ്ങളുടെ തുടർച്ചയായാണ് വ്യാഴാഴ്ച സർവകലാശാല സിൻഡിക്കേറ്റ് യോഗ സമയത്ത് ക്യാമ്പസിന്റെ പ്രവേശന കവാടത്തിൽ വിസിക്കെതിരെ പ്രതീകാത്മക വിലാപയാത്രയും ശവമഞ്ചല പ്രതിഷേധവും അരങ്ങേറിയത്. ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും വനിതാ വിസിയായ ഡോക്ടർ സിസ തോമസിനെയും പേഴ്സണൽ സ്റ്റാഫുകളെയും തടഞ്ഞുവെച്ച് കൈയേറ്റത്തിനും മാനസിക പീഡനത്തിനും ഇരയാക്കിയെന്നും കാണിച്ച് വിസി മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി, ഗവർണർ എന്നിവർക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് 4 SFI പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ജനാധിപത്യപരമായ പ്രതിഷേധങ്ങൾക്കുള്ള സ്വാതന്ത്ര്യമുണ്ടെങ്കിലും ക്യാമ്പസുകളിൽ അതിക്രമ രാഷ്ട്രീയവും സദാചാരവിരുദ്ധമായ വ്യക്തിഹത്യയും പ്രോത്സാഹിപ്പിക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്ന് വ്യക്തമാക്കിയ ചെന്നിത്തലയുടെ പ്രസ്താവനയ്ക്ക് പുറമെ മുൻകാലങ്ങളിൽ പ്രിൻസിപ്പൽമാർക്ക് ശവകുടീരം നിർമ്മിച്ച സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടി സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയും രംഗത്തെത്തി. എന്നാൽ വിസിക്കെതിരെ ശവമഞ്ചമൊരുക്കിയെന്ന വാർത്തകൾ നിഷേധിച്ച് രംഗത്തെത്തിയ SFI ജില്ലാ ഭാരവാഹികൾ സർവകലാശാലയിലെ തിയേറ്റർ ലൈറ്റുകളുടെ പ്രവർത്തനം നിലച്ചതിൽ പ്രതിഷേധിച്ച് തകരാറിലായ സ്പോട്ട് ലൈറ്റുകളുടെ മരണം ചിത്രീകരിക്കാൻ അവതരിപ്പിച്ച പ്രതീകാത്മക നാടകത്തെ മാധ്യമങ്ങളും എതിരാളികളും ചേർന്ന് ദുർവ്യാഖ്യാനം ചെയ്യുകയായിരുന്നു എന്ന് സമർത്ഥിച്ചെങ്കിലും പോലീസ് ഈ ന്യായീകരണം തള്ളി അന്വേഷണവുമായി മുന്നോട്ടു പോവുകയാണ്.